പരിശുദ്ധ ഖുർആനിലെ ചെറിയ ചില സൂറത്തുകൾ. എന്നാൽ ഈ സൂറത്തുകൾ, ഈ നിശ്ചിത എണ്ണം, ഞാൻ ഈ പറയുന്ന എണ്ണം ആരെങ്കിലും ഒരാൾ ഓതിക്കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമ്പത്തിൻ്റെ ഒഴുക്ക് അള്ളാഹു നൽകും. ഒഴുക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അയാൾ പോലും അറിയാത്ത രൂപത്തിൽ സമ്പാദ്യത്തിൻ്റെ വഴികൾ അള്ളാഹു തുറന്നു കൊടുക്കും. അയാളുടെ സമ്പത്തിനും ജോലിയിലും ബിസിനസ്സിലും ഒക്കെ ഉയർച്ച കിട്ടാനും റിസ്ക്കിൽ വിശാലത ഉണ്ടാകാനും ഒക്കെ ഈ ഒരു അമൽ ചെയ്താൽ മതിയെന്ന് മഹാന്മാർ പറഞ്ഞു തരുന്നു. ഏതാണ് ആ സൂറത്തുകളെന്ന് നോക്കിയാലോ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇടങ്ങേറുകൾ ചിലപ്പോൾ അത് ശൈത്താനിയായ ബുദ്ധിമുട്ടാകാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും ഇടങ്ങേറുകളാകും. എന്താണെങ്കിലും ശരി, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും മീകായിൽ അലൈഹി സ്വലാമും കൂടി മുത്തുനബി തങ്ങളെ മന്ത്രിച്ച 2 സൂറത്തുകളുണ്ട്. നബി തങ്ങൾക്ക് ചെറിയൊരു പ്രയാസം നേരിട്ടപ്പോൾ ഇൻഷാ അല്ലാഹ് സൂറത്ത് ഏതാണ് എന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അത്തരത്തിലുണ്ട് എങ്കിൽ നമുക്ക് മന്ത്രിക്കാനും അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായി കേൾക്കുക. ഒട്ടനവധി നേട്ടങ്ങൾ ലഭിക്കുന്ന ഈ കുഞ്ഞൻ സൂറത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളെ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾ, പാകപ്പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് വിളിക്കുന്നവരുണ്ട്, മെസ്സേജ് അയക്കുന്നവരുണ്ട്. പേഴ്സണലായിട്ടൊക്കെ നമ്മൾക്ക് ഒരുപാട് മെസ്സേജുകൾ അത്തരത്തിൽ വരാറുണ്ട്. വല്ലാത്ത വിഷമമുണ്ട്, ജീവിതത്തിൽ വലിയ പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്, ഈ അടുത്തൊരു സഹോദരൻ വിളിച്ചിട്ട് ആത്മഹത്യ ചെയ്യലല്ലാതെ വേറൊരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. എല്ലാവരുടെയും വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, നമ്മളിപ്പോൾ വലിയ ആളുകളായതുകൊണ്ടല്ല ഇത്തരത്തിലൊന്നും വിളിച്ച് മെസ്സേജ് അയക്കുകയോ പറയുകയും ചെയ്യുന്നത്, മറിച്ച് എന്തെങ്കിലും ഒരു പരിഹാരം, എന്തെങ്കിലും ഒരു സമാധാനം എവിടുന്നെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലത് എന്ന് ആഗ്രഹിച്ചിട്ടാണ്. അള്ളാഹു എല്ലാവർക്കും സമാധാനം നൽകട്ടെ. പക്ഷേ പല ആളുകൾക്കും പല പ്രശ്നപരിഹാരങ്ങളും ചെയ്തു കൊടുത്തവർ, കുറേ ആളുകൾ അത് വിളിച്ചിട്ട് അവരുടെ അനുഭവങ്ങൾ, അവർക്ക് ആ കിട്ടിയ ഫലം അവർ വിളിച്ച് പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. നമ്മൾ കാരണം ഒരാൾക്ക് ഒരു സന്തോഷം കിട്ടിയല്ലോ എന്ന് വിചാരിക്കും. അള്ളാഹു നിലനിർത്തി തരട്ടെ. അത്തരത്തിൽ പിന്നെ പല ആളുകളും വിഷമങ്ങൾ തീരാത്ത ആളുകൾ വീണ്ടും വിളിച്ചിട്ട് പരാതി, അത് കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വിഷമങ്ങൾ തീരുന്നില്ല എന്ന് വീണ്ടും പറയുന്നവരുണ്ട്. അള്ളാഹു അവർക്കും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരങ്ങൾ നൽകട്ടെ. പക്ഷേ അത് ഞാനൊരു 6 സൂറത്തുകൾ പറഞ്ഞുതരാം. കുഞ്ഞൻ സൂറത്തുകളാണ് 6 സൂറത്തുകൾ. ഈ 6 സൂറത്തുകൾ നമുക്കൊക്കെ മിക്കതും കാണാതെ അറിയുന്ന സൂറത്തുകളാണ്. 6 സൂറത്തുകൾ ഞാൻ ഈ പറയുന്ന എണ്ണം ആരെങ്കിലും ഒരാൾ പതിവാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ പതിവാക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഒരു ദുആ കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഞെരുക്കം മുഴുവൻ നീങ്ങി കിട്ടും. ഇത് എൻ്റെ വകയായി പറയാം, മഹത്തുക്കൾ പറഞ്ഞിരിക്കുകയാണ്. എൻ്റെ വകയായിട്ട് പറഞ്ഞല്ല, കിതാബുകളിൽ പറയാം, ഇക്തിസാബിൽ മാലി എന്ന സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ. സമ്പാദ്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സമ്പത്ത് നമുക്ക് ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മളിപ്പോൾ പലപ്പോഴും വീഡിയോയിൽ ഇങ്ങനെ ഈ സമ്പത്തിൻ്റെ വിഷയം പറയുമ്പോൾ എന്തിനാണ് കുറേ സമ്പത്ത് കിട്ടിയിട്ട് എന്ന്, പൈസ ഇല്ലാതെ നമുക്ക് ഇവിടെ ജീവിക്കുക എന്നുള്ളത് പ്രയാസമായതുകൊണ്ടാണ്. നമ്മൾ ഒറ്റത്തടിയാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, എനിക്ക് ഭാര്യ, മക്കളോ, കുടുംബം ഒന്നുമില്ല. എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി. അതിലും കടത്തിൻ്റെ കിടന്നാലും എൻ്റെ അന്നത്തെ വരെ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു, ഒരു നേരം കഴിച്ചില്ല, അതൊന്നും നമുക്ക് വിഷയം. പക്ഷേ അതല്ല, ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന സമയത്ത് ഭാര്യയുടെ വിഷയം അറിയണം, അല്ലെങ്കിൽ മക്കളുടെ വിഷയം അറിയണം, മറ്റ് മാതാപിതാക്കളുടെ വിഷയം അറിയണം. ഇനി ഒരു സ്ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ ചിലവർ നോക്കാൻ ആരും ഇല്ല എങ്കിൽ, അവർക്ക് കൊടുക്കാൻ ആരും ഇല്ല എങ്കിൽ അവർ ഈ സമ്പാദ്യം കണ്ടെത്തണം. ചിലപ്പോൾ മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭാര്യയ്ക്ക് വരാറുണ്ട്, സ്ത്രീകൾക്ക് വരാറുണ്ട്. ഇല്ലേ, പല ഉമ്മമാരും വിളിച്ചിട്ട് നമുക്ക് അങ്ങനെ വിഷമം പറയാറുണ്ട്. ഭക്ഷണം വാങ്ങാൻ പോലും സമ്പത്തില്ല, പൈസ ഇല്ലാത്ത അവസ്ഥ പറയലുണ്ട്. മക്കളുടെ ചിലവ്, പഠനം ഉണ്ടാവും, സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസം. ഇത് ഇല്ലാതെ, പൈസ ഇല്ലാതെ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്, നമുക്ക് കിട്ടാനില്ല. മുമ്പൊക്കെ ബാർട്ടർ സമ്പ്രദായം ഉണ്ടാവും, എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ അതിന് പകരമായിട്ട് ഇങ്ങോട്ട് തരിക എന്നുള്ളത്. ഇപ്പോൾ സമ്പത്ത് പൈസ കൊടുക്കാതെ ഒരു വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ഒരു സംഗതി തന്നെയാണ് സമ്പാദ്യം. അപ്പോൾ അത് ഹലാലായ രൂപത്തിൽ നമ്മളിലേക്ക് വരണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുള്ള വഴിയാണ് ഈ പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹു അത്തരത്തിൽ നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരം നൽകട്ടെ. ഇഖ്റ ബഅദ സ്വലാത്തിൽ ഇശാ നിസ്കരിച്ച ശേഷം, ഇശാ നിസ്കരിക്കണം. ഈ പറയുന്ന അമലുകൾ മുഴുവൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, നിസ്കാരം കൃത്യമായിട്ട് നിർവഹിക്കുന്ന, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നത്, കളാക്കിയൊന്നും കളയാതെ എല്ലാ നിസ്കാരങ്ങളും ശ്രദ്ധിച്ച് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്കിത് വളരെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും, വളരെ പെട്ടെന്ന് ഫലം ചെയ്യും. അല്ലാതെ നിസ്കാരം ഇല്ലാത്ത ആളുകളാണ് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ പറയുന്ന അമലുകളൊക്കെ അത്തരത്തിൽ നിസ്കരിച്ചതിന് ശേഷം ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ നിസ്കാര സമയത്ത് ചെയ്യാനുള്ളതൊക്കെ ആയിരിക്കും ഈ പറയുന്നത്. അപ്പോൾ അത് നിസ്കരിക്കാത്ത ആളുകളാണെങ്കിൽ ഫറളായത് കളഞ്ഞിട്ട് സുന്നത്തായ എന്തെടുത്തിട്ടും കാര്യമില്ലല്ലോ, അപ്പോൾ അത് ചെയ്യണ്ടേ. അപ്പോൾ നിസ്കാരം, ഇശാ നിസ്കാര ശേഷം 7 മറാത്തിൻ 7 തവണ അസ്വറുൽ മദ്കൂറത്തു ബിത്തർത്തിബ്, ഞാൻ ഈ പറയാൻ പോകുന്ന ക്രമപ്രകാരം ഈ പറയുന്ന സൂറത്തുകൾ ഓതണം. ആദ്യത്തെ സൂറത്ത് ഏതാ? സൂറത്തു ഷംസാണ്. വശംസി വദുഹാഹ 7 തവണ ഓതണം.
ചെറിയ സൂറത്താണ്, 11 ആയത്തോ 12 ആയത്തോ അങ്ങനത്തെ കുറഞ്ഞ ആയത്തുകളേ ഉള്ളൂ. വശംസി വദ്ദുഹാഹ എന്ന സൂറത്ത് ഓതുക. അതിനുശേഷം തൊട്ടടുത്ത സൂറത്താണ് വല്ലൈലി ഇദാ യഗ്ഷ എന്ന സൂറത്തുൽ ലൈലി. ഇപ്പോൾ സൂറത്ത് ഷംസ്, സൂറത്തുൽ ലൈലി, ഇത് ക്രമപ്രകാരം കൃത്യമായിട്ട് ഓതണേ. മൂന്നാമത്തെ സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. നമുക്ക് കാണാൻ അറിയുന്ന സൂറത്താണ് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. ഞാനിപ്പോൾ എല്ലാ സൂറത്തൂടെ ഓതി കേൾപ്പിക്കാത്തത് നമ്മുടെ വീഡിയോ നീണ്ടുപോകുന്ന എഴുതിയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ സൂറത്തുകൾ. ഖുൽ യാ അയ്യുൽ കാഫിറൂൻ. നാലാമത്തെ സൂറത്ത് സൂറത്തു തൗഹീദ്, അതായത് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത്. അഞ്ചാമത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൽ ഫലഖ്. അതുപോലെ ആറാമത്തെ സൂറത്ത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ 6 സൂറത്ത്. അപ്പോൾ ഈ തർത്തീബ് ക്രമപ്രകാരം തന്നെ ആദ്യം സൂറത്തു ഷംസ്, സൂറത്തുൽ ലൈൽ, സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൽ നാസ്. ഈ ക്രമപ്രകാരം 7 തവണ വീതം ഓരോ സൂറത്ത് എന്ത് ഓതാം. അതായത് ആദ്യത്തെ സൂറത്ത് 7 തവണ ഓതിയ ശേഷം രണ്ടാമത്തെ സൂറത്ത് 7 തവണ അങ്ങനെ ഓതാം. അല്ലെങ്കിൽ മൊത്തത്തിൽ 7 തവണ വീതം ഓതാം. ഓരോ സൂറത്ത് ഓരോ തവണ ഓതി എന്ത് ചെയ്യുക, അങ്ങനെ 7 തവണയായിട്ട് പൂർത്തിയാക്കുക. 2 രൂപത്തിലാണെങ്കിലും കുഴപ്പമില്ല. പലരും സംശയം ചോദിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ, അതുകൊണ്ടാണ് ഒന്നുകൂടെ എടുത്ത് പറഞ്ഞത്. ഒന്നിരിക്കൽ ഓരോ സൂറത്തും 7 തവണ വീതം ഓതി തീർക്കുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മൊത്തത്തിൽ 7 തവണയായിട്ട് ഓതുക. എല്ലാ സൂറത്തും ഓരോ തവണ ഓതി വീണ്ടും ഓതി അങ്ങനെ 7 തവണ പൂർത്തിയാക്കുക. 2 രൂപമാണെങ്കിൽ കുഴപ്പമില്ല. ഈ ക്രമത്തിലായിരിക്കണം ഓതേണ്ടത്. അങ്ങനെ ഓതിയ ശേഷം എന്ത് ചെയ്യുക, അത് തീർന്നു കഴിഞ്ഞാൽ ഖുൽ നീ പറയണം. ഈ പറയുന്ന ദുആ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയോ ഒന്ന് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ലി ഫർജൻ വ മഖ്റജ. ഇത്രയേ ഉള്ളൂ ദുആ. അല്ലാഹുമ്മ ഇജ്അൽ ലി ഫർജൻ വ മഖ്റജ. അല്ലാഹുമ്മ ജഅൽ ലി ഫറജൻ വ മഖ്റജ. എന്താ അർത്ഥം എന്താ? അല്ലാഹുവേ ഇജ്അൽ ലി, എനിക്ക് നീ ആക്കി തരണേ, എനിക്ക് നീ ആക്കണേ, ഫറജൻ വ മഖ്റജ, ഒരു തുറസാക്കി തരണേ. എനിക്ക് എന്ത് ചെയ്യാ, ഈ പ്രശ്നങ്ങളിൽ നിന്നും കരകയറാനുള്ള ഒരു വഴി, അതാണ് പറഞ്ഞത്. എൻ്റെ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്നും കരകയറാനുള്ള ഒരു മാർഗം, ഒരു എളുപ്പ വഴി നീ എനിക്ക് തുറന്നു തരണേ അല്ലാ എന്നാണ്. ഇത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, ദുആ ചെയ്യുക. ഇതാണ് ദുആ. നമുക്ക് ഇതിന് ശേഷം ദ്വാരക്കേണ്ടത് ആവർത്തിച്ച് ചൊല്ലിയേക്കാം. എത്ര പറ്റുമോ അത്രയും ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലുക. എന്നാൽ തുനാലുമാ തുരീദു, നീ എന്താണോ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പൂർത്തിയാക്കി തരും. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അല്ലാഹു നീക്കിത്തരും. നിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിയിട്ട് സമ്പത്തിൻ്റെ വഴികൾ അല്ലാഹു തുറന്നു തരുന്ന ഹലാലായ വരുമാനം അല്ലാഹു അടുപ്പിച്ചു തരും. ഒരുപാട് സമ്പത്ത് അല്ലാഹു നമുക്ക് നൽകിയാൽ നമുക്ക് ദീനിനെ സഹായിക്കാൻ കഴിയും, സാധുക്കളെ സഹായിക്കാൻ കഴിയും. എത്രയോ ആളുകൾ ദിനം പ്രതി പല വിഷമങ്ങളിലും പ്രയാസപ്പെട്ട് ജീവൻ ഒടുക്കുന്ന അവസ്ഥ അല്ലേ. ഒരു നേരം തന്നെങ്കിലും നമുക്ക് ആർക്കെങ്കിലും വാങ്ങിക്കൊടുക്കാൻ നമ്മുടെ 10 രൂപ വേണ്ടി ചെയ്യാൻ കഴിയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അത്തരത്തിൽ നല്ല മനസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. സമ്പത്ത് കുറേ കൂടിയിട്ട് പിശുക്കനായി പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ പിശുക്ക് മാറ്റി വെക്കാം, പിശുക്ക് വേണ്ട. മറിച്ച് അതായത് കാറൂനാകാൻ പാടില്ലെന്നേ ഉള്ളൂ. നമ്മൾ ആരാകാൻ പാടില്ല, കാറൂനാകാൻ പാടില്ല. നമ്മൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ ആകാൻ ശ്രമിക്കണം. എന്തേ അവരുടെ കാര്യം, അവർക്ക് സമ്പത്ത് അള്ളാഹു കൊടുത്തു. ആ സമ്പത്ത് പൂട്ടി വെച്ചില്ല, സാധുക്കൾക്ക് കൊടുത്തു, പാവപ്പെട്ടവർക്ക് കൊടുത്തു. നമ്മളൊരു ഖദീജ ആകാൻ ശ്രമിക്കണം, നമ്മൾ ആയിഷ ബീവി ആകാൻ ശ്രമിക്കണം. കാരണം എന്തേ, അവർക്കൊക്കെ സമ്പാദ്യം അള്ളാഹു, ആയിഷ ബീവി ഒക്കെ നബിതങ്ങളുടെ കാലഘട്ടത്തിൽ, നബിതങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അവിടുന്ന് പറഞ്ഞത് വീടിന് അടുപ്പ് പോഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ അള്ളാഹു നബിതങ്ങളുടെ വഫാത്തിന് ശേഷം അള്ളാഹു അവരെ ആരെയും പട്ടിണി കിട്ടിയിട്ടില്ല. നബിതങ്ങൾ വഫാത്തായി എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ നബിതങ്ങൾ പോയി അതുകൊണ്ട് ഇനി ഭാര്യമാരൊക്കെ കഷ്ടപ്പെടണം അങ്ങനൊന്നുമില്ല. അതിന് കാലശേഷം നബിതങ്ങൾ എന്ത് ചെയ്തു, മഹാന്മാരായ സ്വഹാബത്ത്, അള്ളാഹു ആ സ്വഹാബത്തിനെ കൊണ്ട് അവരെ സമ്പന്നരാക്കി. അവർക്ക് ആവശ്യത്തിനധികം സമ്പാദ്യം അള്ളാഹു കൊടുത്തു. ആയിഷ ബീവിയുടെയൊക്കെ ചരിത്രം പറയുന്നുണ്ട്, കയ്യിൽ കിട്ടിയത് മുഴുവൻ എന്ത് ചെയ്യും, സ്വതക്ക കൊടുക്കുമായിരുന്നു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങൾ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒക്കെ അകമഴിഞ്ഞ് അവർക്ക് കൊടുക്കാറുണ്ട്, കൊടുക്കും. നബിതങ്ങളുടെ ഭാര്യമാരല്ല, ഉമ്മഹാത്തും ഇനി ഉമ്മമാരാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവർക്ക് കൊണ്ട് കൊടുക്കും. അവരെന്ത് ചെയ്യും, കിട്ടുന്നത് വലത് കൈ കൊണ്ട് വാങ്ങും, അങ്ങോട്ട് കൊടുക്കും. എങ്ങോട്ട് ആർക്കാ കൊടുത്തതെന്നും ചിലപ്പോൾ അന്വേഷിക്കൊന്നുമില്ല. അത്തരത്തിൽ എന്ത് ചെയ്യും അധികം, കാരണം അതുപോലെ ആകണം നമ്മൾ. കാരണം കിട്ടുക, അള്ളാഹു എന്ത് ചെയ്യും, ആ വഴി ഇങ്ങനെ തുറന്നു തരും. നമുക്കൊരിക്കലും എന്ത് ചെയ്യില്ല, കൊടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആ വഴി മുറിച്ച് കളയൂല. അള്ളാഹു അങ്ങനെയാണ് അല്ലേ. അപ്പോൾ നമ്മളാണ് പിശുക്ക് കാണിക്കുന്നത്. ഇനി ഇതുപോലെ ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീക്കി കിട്ടാനും ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ ശൈത്താനിയായ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇടങ്ങേറെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാൻ പറ്റിയ 2 സൂറത്ത് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഖുൽ യാ അൽ കാഫ്. ഏതൊക്കെയാണ് സൂറത്തുകൾ? ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. 2 സൂറത്തുകൾ, അവസാനത്തെ 2 സൂറത്തുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മഹാന്മാരായ മലക്കുകൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും ഒന്ന് മന്ത്രിച്ചു കൊടുത്ത സൂറത്തുകളാണ്. നബി തങ്ങൾക്ക് ഇങ്ങനെ ചെറിയൊരു പ്രയാസം നേരിട്ടപ്പോൾ, നബി തങ്ങളുടെ ജീവിതകാലത്ത് ചെറിയൊരു പ്രയാസം നേരിട്ടപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു, അള്ളാഹിനോട് പരാതി പറഞ്ഞാൽ റബ്ബ് ഇങ്ങനെ പ്രയാസമുണ്ട്. റബ്ബ് നബി തങ്ങൾ ദുആയിരുന്നു. അങ്ങനെ അത്താഹു ജിബ്രീൽ വ മീകായിൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും നബി തങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വന്നു. ഫഖഅദ ജിബ്രീലു ഇൻദ റഅസിഹി, ജിബ്രീൽ അലൈഹിസ്സലാത്തു തങ്ങൾ വന്നിട്ട് നബി തങ്ങളുടെ തലയുടെ ഭാഗത്തിരുന്നു. ജിബ്രീൽ എന്ന മലക്ക് വന്ന് നബി തങ്ങൾ തലയുടെ ഭാഗത്തിരുന്നു. അതുപോലെ മീകായിലു ഇൻദ റിജ്ലൈഹി, നബി തങ്ങളുടെ കാലിൻ്റെ ഭാഗത്ത് മീകായിൽ അലൈഹിസ്സലാമും ഇരുന്നു. നബി തങ്ങൾ കിടന്നു, നബി തങ്ങളുടെ തലയുടെ ഭാഗത്ത് ജിബ്രീൽ അലൈഹിസ്സലാമും കാലിൻ്റെ ഭാഗത്ത് മീകായിൽ അലൈഹിസ്സലാമും. ഫഅവ്വദഹു ജിബ്രീലു ബിഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ ഓതി മന്ത്രിച്ച് എന്താ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് എന്ന സൂറത്ത് ഓതിയിട്ട് നബി തങ്ങൾ മന്ത്രിച്ചു. വഅവ്വദഹു മീകായിൽ ബിഖുൽ അഊദു ബിറബ്ബിൻ നാസ്, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതിയിട്ട് എന്ത് ചെയ്തു, മന്ത്രിച്ചു.
അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം വരുന്ന സമയത്ത് നമുക്ക് ഓതി മന്ത്രിക്കാൻ പറ്റിയ നമ്മുടെ ശരീരത്തിന് ആഫിയത്ത് കിട്ടാനും ബുദ്ധിമുട്ട് മാറാനും ഒക്കെ ഈ 2 സൂറത്തുകൾ ഓതി മന്ത്രിക്കുക എന്നുള്ളത് നബിതങ്ങളുടെ ജീവിതകാലത്തിലൂടെ നബിതങ്ങളുടെ ആ ഒരു പ്രയാസം പറ്റിയ സമയത്ത് മഹാന്മാരായ മലക്കുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചെന്നാണ്. നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു തീർത്തരട്ടെ ഇൻഷാ അല്ലാഹ്, വിഷമങ്ങൾക്ക് അള്ളാഹു തീർത്തരട്ടെ, എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു നീക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പ്രയാസപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഇൻഷാ അല്ലാഹ്. ഇതുപോലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്താൻ അത് ഉപകരിക്കും ഇൻഷാ അല്ലാഹ്. ദീനിയായ കാര്യങ്ങളാണ്, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്താൽ അതിൻ്റെ കൂലിയും നമുക്ക് ലഭിക്കും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തും. അതുപോലെ ദുആ വസിയത്തുകളൊക്കെ അറിയിക്കും ഇൻഷാ അല്ലാഹ്. നമ്മുടെ മജ്ലിസുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ദുആ ഇറക്കും. അല്ലാഹു നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.